മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 3 ഇടങ്ങളിലാണ് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. വനമേഖലയിൽ പലയിടങ്ങളിൽ സ്ഥാപിച്ച ക്യാമറകളിലെ ദൃശ്യങ്ങൾ രാവിലെ മുതൽ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. CB അനുമോദ് കാളികാവിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ദൗത്യം. ഇന്നലെ തന്നെ ഏകദേശം എവിടെയാണ് കടുവ എന്നുള്ളതൊക്കെ സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ വനം വകുപ്പിനെതിരെ വലിയ ആക്ഷേപവും പരാതിയും ഒക്കെ ഉയരുന്നൊരു സാഹചര്യം കൂടിയാണല്ലോ. സമഗ്രമായ വിവരം. ഗുഡ് മോർണിംഗ് ആര്യ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കടുവയെ അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ, അതായത് കൃത്യമായ ഏതിടത്താണ് കടുവ നിൽക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിക്കുന്നത്. 5 ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ ഇതിനായിട്ട് വനംവകുപ്പ് കാടിന്റെ വിവിധ മേഖലകളിൽ ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഇതുവരേക്കും നമുക്ക് ലഭിച്ച വിവരപ്രകാരം കടുവയുടെ ചിത്രമോ ദൃശ്യമോ ഇതുവരേക്കും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ ക്യാമറകൾ പരിശോധിക്കുന്നു തോറും നമുക്ക് അല്പസമയത്തിന് ശേഷം അതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഒരു കൂടുകൂടി പുതിയതായിട്ട് ഒരു കൂടുകൂടി സ്ഥാപിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ഗഫൂറിന്റെ മൃതദേഹം കണ്ട ഈ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യമെന്ന് ആദ്യത്തെ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. അവിടെ ഒരു കന്നുകുട്ടിയെ കൂടി കെട്ടിയിട്ടാണ് പുതിയ ഒരു കടുവയെ പിടികൂടാൻ ശ്രമം നടക്കുന്നത്. അതായത് കൂടിന് പുറത്ത് കന്നുകുട്ടിയെ കെട്ടി അതിനെ കടുവ അതിനെ ആക്രമിക്കും അല്ലെങ്കിൽ അതിനെ തിന്നും എന്ന ഒരു കണക്കൂട്ടലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ 2 കൂടുകളിലും 2 ആട്ടിൻകുട്ടികളെ കെട്ടിയായിരുന്നു ഈ ഒരു ശ്രമം നടന്നുകൊണ്ടിരുന്നത്. അതിന് കൂടുതലായിട്ട് ഒരു കന്നുകുട്ടിയെ കൂടി കെട്ടി അതിനെ കടുവ ആക്രമിച്ച് രണ്ടാമത് ഈ കൂടിന് പുറത്താണ് കന്നുകുട്ടിയെ കെട്ടിയിട്ടുള്ളത്. കടുവ സാധാരണയായിട്ട് ഒരു ജീവിയെ ആക്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പല സമയങ്ങളിലായിട്ടാണ് തിന്നു തീർക്കുക. അങ്ങനെ ആക്രമിച്ച് കൊന്ന ഈ കന്നുകുട്ടിയുടെ ജഡം പിന്നീട് കൂടിനകത്തേക്ക് വെക്കുകയും അത് ഭക്ഷിക്കുവാൻ കടുവ വരുമ്പോൾ അതിനെ പിടികൂടാൻ കഴിയുമെന്നുമാണ് വനംവകുപ്പിന്റെ നിലവിലുള്ളൊരു പദ്ധതി. രണ്ടാമതായിട്ട് ഈ ക്യാമറകൾ ഉപയോഗിച്ചുള്ള പരിശോധന, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കടുവയുടെ കൃത്യമായിട്ടൊരു ലൊക്കേഷൻ മേഖല കിട്ടിയാൽ മുഖ്യനകളെ ഉപയോഗിച്ച് അവിടേക്ക് പോകാമെന്നൊരു കണക്കൂട്ടിലാണ് വനംവകുപ്പിനുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു മേഖലയിൽ നേരത്തെ തന്നെ കൂട് സ്ഥാപിക്കണമെന്ന് സൗത്ത് DFO ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അയച്ച കത്ത് ഇന്നലെ പുറത്തു വന്നിരുന്നു. അതായത് മുകളിൽ നിന്നുള്ള അധികൃതരുടെ നിർദ്ദേശത്തിൻ്റെ കുറവ് കാരണമാണ് ഇവിടെ കൂട് സ്ഥാപിക്കാതിരുന്നത് എന്ന വിവരം ഇതിനോടകം പുറത്തു വന്നത് വലിയ തോതിൽ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. കാരണം നിലവിൽ ഈ ദൗത്യത്തിന് നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്ന പ്രദേശവാസികളെ കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രദേശവാസികളുടെ കൂടി സഹകരണത്തോടെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് സ്വീകാര്യനായിട്ടുള്ളൊരു DFOയെ ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുൻപ് സ്ഥലം മാറ്റുക എന്നുള്ളത് വലിയ പ്രതിഷേധത്തിനാണ് വഴിയൊരുക്കിയിട്ടുള്ളത്. അത് നാട്ടിലും പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടങ്ങളും ഈ കമ്മിറ്റികളും എല്ലാം തന്നെ, അതേപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ അസോസിയേഷനൊക്കെ ഇതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രതിഷേധം, ഈ ദൗത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന നായകനെ മാറ്റുന്നതിലുള്ള പ്രതിഷേധവും വലിയ തോതിൽ തന്നെ ഇവിടെ ഉയരുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടെ കനത്ത മഴ കാരണം സേനാംഗങ്ങൾക്ക് നേരത്തെ മടങ്ങേണ്ടി വന്നു. ഇവിടെ ഒരു കാളികാവ് മേഖല, പ്രത്യേകിച്ച് സൈലന്റ് വാലി റീജിയനോട് ചേർന്നിട്ടുള്ളതായതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ കനത്ത മഴ എപ്പോഴും ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് ഈ ഒരു സമയത്ത്. എന്തിനാണെങ്കിലും നിലവിൽ ഉള്ള സംവിധാനങ്ങളൊക്കെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തുള്ള തെരച്ചിൽ നടക്കുന്നത്. നമ്മളിന്ന് കാത്തിരിക്കുന്നത് കൂടുതൽ ക്യാമറകളിൽ സ്ഥാപിച്ച ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, അതിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ള വിവരം ലഭിക്കുവാനാണ്. എന്താണെങ്കിലും 9 മണിക്ക് ശേഷം അതിന്റെ ഒരു കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുമോദ്, കഴിഞ്ഞ ദിവസം സ്ഥാപിച്ച ക്യാമറകളിൽ നിന്ന് ദൃശ്യങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ ഈ കടുവയുടെ ഒരു സഞ്ചാരപാത അത് ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത് ദൗത്യ സംഘം? അത് തന്നെയാണ് ഈ ദൗത്യത്തിൽ ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി. ഇതിന്റെ കൃത്യമായ സഞ്ചാരപാത ലഭിച്ചിട്ടില്ല. ഒരു ക്യാമറയിൽ, അതായത് ഗഫൂറിന്റെ ജഡം ഉണ്ടായിരുന്ന മേഖലയിൽ ഒരു ക്യാമറയിൽ കടുവ പതിഞ്ഞതായിട്ടുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റ് എവിടെയും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. അതായത് ഇന്ന പ്രദേശത്തിലൂടെയാണ് കടുവ കടന്നു പോകുന്നത് മനസ്സിലാക്കുവാൻ വിവിധ ക്യാമറകളിൽ ഒരേ സമയത്ത് അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഇതിന്റെ ദൃശ്യം പതിയേണ്ടതുണ്ട്. അങ്ങനെ ഈ വനംവകുപ്പ് സ്ഥാപിച്ച ഒരു ക്യാമറകളിലും തുടർച്ചയായിട്ട് ഇതിന്റെ ദൃശ്യം പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ സഞ്ചാരപഥം വ്യക്തമാകുന്നതിന് ഒരു തടസ്സമായിട്ടുള്ളത്. അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു സഞ്ചാരപഥം കടുവയുടേത് വ്യക്തമായി കഴിഞ്ഞാൽ
ആ മേഖലകൾ മാത്രം കേന്ദ്രീകരിച്ച് കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുവാനാകും. ഇപ്പോൾ പല ഭാഗത്തായിട്ട് ആണ് ഈ തെരച്ചിലെങ്കിൽ പിന്നീട് സഞ്ചാരപഥം വ്യക്തമായി കഴിഞ്ഞാൽ കൃത്യമായ ആ ഭാഗത്തേക്ക് തെരച്ചിൽ നടത്തുവാനും അവിടെ മാത്രം കേന്ദ്രീകരിക്കാൻ കഴിയും. ആ ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ച് ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തി തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഇന്ന സ്ഥലത്ത് കടുവ ഉണ്ടെന്ന് അറിഞ്ഞാൽ കുങ്കിയാനകൾ ഉപയോഗിച്ച് കടുവയുടെ അടുത്തെത്തുവാനും കടുവയെ മയക്കുവെടി വയ്ക്കുവാനും സാധിക്കും. അങ്ങനെയാണ് പ്ലാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാൻ ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ കടുവ തന്നെ ഈ ഇരയുടെ അടുത്തെത്തി ഇരയെ ആക്രമിച്ച് തുടർന്ന് അത് കൂട്ടിലാക്കുക എന്നുള്ള സാധാരണ ഗതിയിൽ എല്ലായിടത്തും പിന്തുടരുന്ന രീതി. ഈ രണ്ട് വഴികൾ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് പിന്തുടരുന്നത്. വെല്ലുവിളിയായിട്ടുള്ളത് കടുവയെ കണ്ടു, കടുവ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു. പക്ഷേ ഇനി സ്ഥിരീകരിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് കടുവ ഏതെല്ലാം മേഖലകളിലൂടെയാണ് പോകുന്നത്, കടുവ എവിടെയാണ് സാധാരണയായിട്ട് കൂടുതലായിട്ടുണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അതിന് കൂടുതൽ മേഖലകളിലെ ക്യാമറകൾ പരിശോധിച്ചുകൊണ്ട് തന്നെ വേണം ആ കാര്യങ്ങളിലേക്ക് എത്തുവാൻ. എന്നാണെങ്കിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളൊക്കെ അതിലേക്ക് ഏറെ വൈകാതെ എത്തിക്കും എന്നൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം കാളികാവിൽ ഭീതി പരത്തുന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം അത് 4ാം ദിവസവും പുരോഗമിക്കുകയാണ്.